ശ്രീ സജി നന്ദിയാട്ട്, ഫിലിം ചേംബറിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇത് ഈ സിനിമയിൽ സജീവമല്ലാത്ത കുറച്ച് ആളുകളുടെ മൊഴിയാണ് ഈ റിപ്പോർട്ടിലുള്ളത് എന്ന്. പക്ഷേ ഇന്ന് സാന്ദ്ര തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. അതിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു നിലപാട് കൃത്യമായി എടുത്തിട്ടില്ലെങ്കിൽ ജനങ്ങൾ കല്ലെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന്. ഇത് സ്ത്രീ പക്ഷത്ത് നിന്ന് അത്തരത്തിലുള്ള നിലപാടുകൾ വരുന്നുണ്ട് എങ്കിലും നിങ്ങൾ സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയായിരുന്നുവല്ലോ, ഈ മൊഴികൾ കൊടുത്തവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ. പക്ഷേ അതായിരുന്നോ സിനിമാ സംഘടനകൾ എടുക്കേണ്ട ഒരു നിലപാട്? നിങ്ങൾ വെയിറ്റ് ചെയ്യുകയല്ലേ വേണ്ടിരുന്നത്? ശരി, ഇതിൽ ഏത് അന്വേഷണവും നടക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കുകയല്ലേ വേണ്ടത് യഥാർത്ഥത്തിൽ? അമ്മ പോലും അങ്ങനെ എടുക്കണമായിരുന്നു. പക്ഷേ അമ്മ ദൗർഭാഗ്യവശാൽ ഒരു നിലപാടും എടുക്കാനാവാതെ കുഴങ്ങുകയാണ്. സജി നന്ദിയാട്ട്. അല്ല, മഞ്ജുഷിനോട് ആര് പറഞ്ഞു ഫിലിം ചേംബർ അഭിപ്രായം പറഞ്ഞു എന്ന്? ഇന്നലെ നമ്മളെ ഈ ഫിലിം ചേംബർ പ്രതിനിധി എന്ന നിലയിൽ ഞാനൊരു അഭിപ്രായം ഇപ്പോഴും പറയുന്നില്ല, അപ്പോഴും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? ഒരു റിപ്പോർട്ട്, ഒരു പഠന റിപ്പോർട്ടാണ്. ഇതൊരു പോലീസ് അല്ല ലീഗലായുള്ള ഒരു അന്വേഷണമല്ല. മലയാള സിനിമയെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഒരു റിപ്പോർട്ട് തേടി. അപ്പോൾ അവിടെ മലയാള സിനിമയുടെ പരിച്ഛേദം ഒരു മൊഴിയും കൊടുത്തിട്ടില്ല. എനിക്കതിനകത്ത് കൊടുത്തവരാരാണ്? 50 പേരായിരിക്കും. മലയാള സിനിമയിൽ ഒട്ടേറെ മേഖലകളുണ്ട്. ഇപ്പൊ നമ്മുടെ സെക്സ്വൽ ഹറാസ്മെന്റ് മാത്രമല്ല, അത് വളരെ സീരിയസ് ഒഫൻസ് ആണ്. അതോടൊപ്പം തന്നെ മറ്റു പല മേഖലകളിലും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ വിളിച്ചു വരുത്തി എല്ലാ സംഘടനകളെയും എല്ലാ പ്രതിനിധികളെയും വിളിച്ചു വരുത്തി ഓരോ കാര്യങ്ങളും വിവിധ മേഖലകളെ കുറിച്ച് ചർച്ച നടത്തിയിട്ടില്ല. എന്റെ ആക്ഷേപമാണ്. ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് അപൂർണമാണെന്നാണ് എൻ്റെ വിമർശനം, ജനാധിപത്യ വിമർശനം. കാരണം എന്താണ്? മലയാള സിനിമയിൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അത് സമൂഹത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഞാൻ അതാ പറഞ്ഞത്, രാഷ്ട്രീയത്തിലുണ്ട്, ലൈംഗിക പീഡനങ്ങളും നടന്നിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ ജസ്റ്റിസ് ഹേമ എഴുതിയിട്ടുണ്ട്. ശ്രീ സജി നന്ദിയാട്ട്, ഞാൻ ആ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും കോപ്പി എടുത്തിട്ടില്ല, പക്ഷെ ഞാൻ വായിച്ചതാണ്. നല്ല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു ഉദാഹരണം, ഒരു സംവിധായകന്റെയും ഒരു ഛായാഗ്രാഹകന്റെയും കാര്യം പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് എത്രമാത്രം കെയറിങ് ചെയ്യുന്നുണ്ട്. ജനങ്ങളെ ബോധിപ്പിച്ചിട്ടില്ലല്ലോ. അല്ല, തങ്ങളുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി എത്ര നല്ല കെയറിങ് എടുക്കുന്നുണ്ട്. ഒരു സംവിധായകന്റെയും ഛായാഗ്രാഹകന്റെയും കാര്യം പറയുന്നുണ്ട്, പേര് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അതുപോലെ ഇത് അടച്ചാക്ഷേപിക്കുന്നതല്ല എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിട്ടുണ്ട്. മൊഴികൾ വന്നപ്പോൾ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും, സിനിമാ മേഖലയെ നാണം കെടുത്തുന്ന രീതിയിലുള്ളതും അതേപോലെ തന്നെ സിനിമാ മേഖലയ്ക്ക് തിളക്കം നൽകുന്നതുമായുള്ള 2 തരത്തിലുള്ള മൊഴികളുണ്ട്. ദൗർഭാഗ്യവശാൽ സിനിമാ മേഖലയ്ക്ക് ആകെ നാണക്കേടുണ്ടാക്കുന്ന മൊഴികളാണ് കൂടുതൽ എന്നേ ഉള്ളൂ. ശ്രീ സജി നന്ദിയാട്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടില് പലതരത്തിലുള്ള സമഗ്രമായ മലയാള സിനിമയുടെ കാര്യങ്ങളെക്കുറിച്ചും കാഴ്ചപ്പാടുകളെക്കുറിച്ചും റെമഡികളെക്കുറിച്ചും പറയുമ്പോൾ ഇന്ന് ചാനലുകളിൽ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഇക്കിളി കഥകൾ മാത്രം പറയുന്നതിനാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇക്കിളി കഥ പറഞ്ഞോളൂ, അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ മലയാള സിനിമ ഒന്നടങ്കം എല്ലാവരും വേട്ടക്കാരാണ്, എല്ലാവരും മോശക്കാരാണ്. ലക്ഷക്കണക്കിന് മലയാള സിനിമാ പ്രവർത്തകർ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. ഞങ്ങൾ മനുഷ്യരെ നോക്കുമ്പോൾ നിങ്ങളെല്ലാം മോശക്കാരെന്ന തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഞങ്ങൾക്ക് കുടുംബമുണ്ട്, ഞങ്ങൾ ഈ സോഷ്യൽ ലൈഫിൽ ജീവിക്കുന്നവരാണ്, സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ വേട്ടക്കാരൊക്കെ? ഞാൻ മഞ്ജുഷോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണം എങ്ങനെയാണ് തെളിയിക്കേണ്ടത്? മഞ്ജുഷ പറഞ്ഞേ. അന്വേഷിക്കണം. അല്ല, ഞാനതിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തിയത് അതുകൊണ്ടാണ്. ഇത് അന്വേഷിക്കേണ്ടത് ആരാണ്? സർക്കാരാണ്. അല്ല, ഇക്കാര്യങ്ങളിൽ മഞ്ജുഷ കണ്ണട ചിരുട്ടാക്കല്ലേ? പിന്നെ ആരാണ് അന്വേഷിക്കേണ്ടത്? പോലീസല്ലേ അന്വേഷിക്കേണ്ടത്? കണ്ണട ചിരുട്ടാക്കല്ലേ? ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ഇട്ടേച്ച് പോയ ബ്ലാക്ക് ലോ, കരിനിയമം ഇപ്പോഴും ഇവിടെ ഉണ്ടോ? അതിന്റെ പ്രേതം ഇപ്പോഴും ഇവിടെ ഉണ്ടോ? ഒരാൾ ആരോപണം ആർക്കെതിരെ ഉന്നയിക്കാം, എനിക്കെതിരെ ഉന്നയിക്കാം, മഞ്ജുഷെതിരെ ഉന്നയിക്കാം. പക്ഷേ ആരോപണം എപ്പോഴാണ് ശരിയാവുന്നത്? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവർ ആരോപണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആരോപണം തെളിവ് സഹിതം അവരെ അറസ്റ്റ് ചെയ്യണം. സംശയം വന്നിരിക്കുന്നു. പക്ഷെ ഇവിടെ ഞങ്ങൾ പറയുന്നത് എന്താണ്? ഒരാൾ ആരോപണം ഉന്നയിച്ചാൽ വീണ്ടും നമ്പിനാരായണന്മാർ ഇവിടെ ഉണ്ടാവരുത്. ആരോപണം അല്ല, കൃത്യമായ കാര്യങ്ങൾ തെളിയിക്കണം. ഒരു സംശയമില്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ തെളിയിക്കണം. പക്ഷേ ശ്രീ സജി നന്ദിയാട്ട്, അവിടെയാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ എടുക്കേണ്ടിയിരുന്ന നിലപാട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മോശമായി ഭവിക്കുന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ വെളിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ചെയ്യേണ്ടത് എന്താണ്? അതിൽ ആർക്കൊക്കെ എതിരെയാണ്, അങ്ങനെ നിലപാടെടുത്തവരുണ്ട്, ആർക്കൊക്കെ എതിരെയാണ് മൊഴികൾ വന്നിട്ടുള്ളത് എന്ന കാര്യം
പരിശോധിക്കണം, അതിന്മേൽ നടപടിയെടുക്കണം. അങ്ങനെ സിനിമാ മേഖലയിലെ ആ നല്ല ആളുകളുണ്ടല്ലോ, അവർക്ക് മോശക്കേടുണ്ടാക്കുന്നത് ഒഴിവാക്കണം. ഇങ്ങനെയല്ലേ നിങ്ങൾ ആവശ്യപ്പെടേണ്ടിയിരുന്നത്? നിങ്ങൾ അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ പറയുന്ന ഈ മൊഴി കൊടുത്തവരെല്ലാം കുറ്റക്കാരാണ്, അതിൽ അപൂർണമായ റിപ്പോർട്ടാണ്, ഇങ്ങനെയാണോ നിങ്ങൾ പറയേണ്ടത്? അപ്പോൾ നിങ്ങൾ ആരെയോ ഭയപ്പെടുന്നു എന്നുള്ളതാണല്ലോ. ഈ 15 അംഗ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തണം എന്നുള്ള കാര്യമല്ലേ നിങ്ങൾ പറയേണ്ടത്? അങ്ങനെ ഉണ്ട് എന്ന് ഒരു വിഭാഗം പറയുന്നു, ഇല്ല എന്ന് വേറൊരു വിഭാഗം പറയുന്നു. അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തണം എന്ന് പറയേണ്ടതല്ലേ സംഘടനകൾ? മോഹഭംഗം കൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറയുന്നു ഞാൻ ചോദിക്കട്ടെ. എനിക്ക് മമ്മൂട്ടിയെ പോലെ ആകാൻ പറ്റില്ല, അതുകൊണ്ട് മമ്മൂട്ടിയോട് എനിക്ക് ദേഷ്യമാണ്, അല്ല കുശുമ്പാണ്. എനിക്ക് മോഹൻലാലിനെ പോലെ ആകാൻ പറ്റില്ല, അതുകൊണ്ട് മോഹൻലാലിന് കുശും. അതല്ല വേണ്ടത്, നമ്മൾ റിയാലിറ്റിയിലേക്ക് വരണം. ഇവിടെ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പത്രക്കാർക്ക് അറിയാം, മാധ്യമങ്ങൾക്ക് അറിയാം. ഇവിടെ ആരാണ് പവർ ഗ്രൂപ്പ്? മലയാള സിനിമ, ഈ കൊച്ചു സിനിമയിൽ എവിടെയാണ് പവർ ഗ്രൂപ്പ്? ആരാണ് മാഫിയ പ്രൊഡ്യൂസർമാർ? ഇവിടുത്തെ എല്ലാ പ്രൊഡ്യൂസർമാരും ഇവിടുത്തെ മുഴുവൻ മനുഷ്യർക്കും അറിയാവുന്ന ഇന്റർവ്യൂ സോഷ്യൽ മീഡിയ മുഴുവൻ അവരുണ്ട്. ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്തവരാണ്. വെറുതെ ആരോപണം ഉന്നയിക്കല്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഞങ്ങൾ ആരെങ്കിലും ഈ സിനിമ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രം നടക്കുന്നതല്ല. ഒരേ സമയം 10-40 സിനിമ ലൊക്കേഷൻസ് ഉണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾക്ക് പ്രോജക്റ്റുകൾ അംഗീകരിക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ ICC ഇല്ലെന്ന് പറഞ്ഞല്ലോ, ഈ കമ്മീഷൻ പറഞ്ഞു ICC ദുർബലമാണെന്ന്. ഞങ്ങളെ വിളിച്ച് ICCയുടെ പ്രവർത്തനത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ? ഒരു പറയൂ. താങ്കൾ മൊഴി കൊടുത്തതാണോ? താങ്കൾ മൊഴി കൊടുത്തിട്ടുണ്ടോ? അല്ല, താങ്കൾ മൊഴി കൊടുത്തിട്ടുണ്ടോ? സജി മൊഴി കൊടുത്തിട്ടുണ്ടോ ഈ കമ്മിറ്റി മുമ്പാകെ? വിളിച്ചിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. ഞങ്ങൾ ICC ഉണ്ടോ? ഫിലിം ചേംബർ നടത്തുന്ന ICCയുടെ പ്രവർത്തനം എന്താണ്? ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മയുണ്ടോ പറഞ്ഞാൽ ഞങ്ങൾ തിരുത്തും. പക്ഷേ ICC എന്ന് പറയുന്ന സംഘടന ഒന്ന് പറയുന്നത് വെറുതെ ദുർബലമാണ്, കടലാസാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും മഞ്ജുഷ? ഞങ്ങളെ വിളിച്ച് ചോദിച്ചോ? സജി എനിക്ക് പോണം മഞ്ജുഷേ. പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. അവർ ഈ ഫിലിം വേൾഡിലെ ഈ എൻക്വയറി നടക്കുമ്പോൾ അവരെയും കൂടെ കേൾക്കണമെന്ന് അതേ ഒരു പോയിന്റ് പറഞ്ഞ് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം അവരെയും കൂടെ ഫിലിം ചേംബറിനെ കൂടെ കേൾക്കണമായിരുന്നു. ഈ സിനിമാ ഫീൽഡിൽ ബന്ധപ്പെട്ടവരെ എല്ലാവരും കേൾക്കുന്നതിന് എന്തായിരുന്നു തടസ്സം? ഈ കമ്മീഷന് അതിവിടെ ഉണ്ടായില്ല. അത് ഒരു വൺ സൈഡഡ് ആയി പോയി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സിനിമ നന്നാക്കാനും ഇവിടെ WCCയിലെ അനുഭവക്കാർക്ക് അവർക്ക് പരിഹാരം ഉണ്ടാക്കാനും ഒക്കെ മനസ്സിലായി അല്ലല്ല. അപ്പൊ അതിനകത്ത് വേറെ ഉണ്ട് 15ഓളം ആൾക്കാര് ഒരു ഗ്രൂപ്പ് ആണ് നിയന്ത്രിക്കുന്നതെന്ന് വർഷങ്ങളായിട്ട് ജോർജ് ജോസഫ് സാറോട് ചർച്ചയിൽ പങ്കെടുക്കുമ്പോ സാറ് ജെനുവിനായ ഒരു പോയിന്റ് പറഞ്ഞാൽ ഞാൻ സാറിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ 15 അംഗ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞ കാര്യം അതിന്മേൽ അന്വേഷിക്കണം എന്നുള്ള നിലപാട് അദ്ദേഹത്തിനുണ്ട്. അതിനോടും കൂടെ യോജിക്കണം സജി. തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാലോ മലയാള സിനിമ ഇത് ഹിന്ദി സിനിമ ഇംഗ്ലീഷ് സിനിമയൊന്നും അല്ല. ജോർജ് ജോസഫ് പൂർത്തിയായിക്കോളൂ സാർ. അങ്ങനൊന്നുമില്ല സാർ. അങ്ങനെയാണ് തിലകന്റെ കാര്യം ഒന്ന് പറഞ്ഞേ. സജി നന്ദിയാട്ടെ, തിലകൻ പറഞ്ഞ കാര്യം എന്നോടാണോ? തിലകന്റെ വേദന നമുക്ക് മനസ്സിലാക്കി. അഭിനെന്തോ പറയാനുണ്ട്? അഭിൻ വർക്കിക്ക് ഒരു പോയിന്റ് പറയാനുണ്ട്. അഭിൻ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശ്രീ സജി നന്ദിയാട്ടും ശ്രീ ജോർജ് ജോസഫും പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ വിയോജിക്കുകയാണ്. കാരണം ഇതിനകത്ത് ആളുകളെ വിളിച്ചില്ല, ഇത് ആളുകളെ അറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ 13ാമത്തെ പോയിന്റ് എങ്ങനെയാണ്? എ ഫ്യൂ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ ദ കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് ഹേമ പറയുന്ന 3 പോയിന്റുകളുണ്ട്. ആ 3 പോയിന്റുകളിൽ പറയുന്നത് അവർ ഈ പ്രവർത്തനം തുടങ്ങിയപ്പോൾ മുതൽ ഇവരുടെ പ്രവർത്തനവും ടേംസ് ഓഫ് റെഫറൻസും വെച്ച് മലയാളത്തിലെ പ്രശസ്തമായ എല്ലാ പത്രങ്ങളിലും ഇവർ പരസ്യം കൊടുത്തു. നിങ്ങൾ വന്ന് ഞങ്ങൾക്ക് മൊഴി നൽകണം എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തു. ആരും അതിനകത്ത് മൊഴി കൊടുക്കാൻ തയ്യാറായില്ല. രണ്ടാമത് ഇവര് ഫിലിം ഫീൽഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഫോൺ നമ്പറിലേക്ക് ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടു മൊഴി കൊടുക്കണമെന്ന്. എന്നിട്ടും കുറെ പേർ വിളിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. മൂന്നാമത് അവർ കുറെ ആളുകൾക്ക് നോട്ടീസ് സെർവ് ചെയ്തു. ആ നോട്ടീസ് സെർവ് ചെയ്തിട്ട് പലരുടെയും അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് എറണാകുളത്തായതുകൊണ്ട് ഇവരാരും എറണാകുളത്ത് ഇല്ലാത്തതുകൊണ്ട് മറ്റു പല അഡ്രസ്സിന്റെ പ്രശ്നമാരും കുറെ നോട്ടീസും സെർവ് ചെയ്യാൻ സാധിച്ചില്ല. അവസാനം ഇവർ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കുറെ കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ ഡാൻസർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇവർ കാര്യങ്ങൾ ചോദിച്ച വഴിയെ
ഇവരൊഴിച്ച് ബാക്കി എല്ലാവരും ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി. എന്നിട്ട് ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നത് ആരുടെയോ നിർദ്ദേശപ്രകാരം ഈ ഡാൻസർമാർ മുഴുവൻ അതിൽ നിന്ന് ലെഫ്റ്റായി പോയി എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ അവർ ഈ മൊഴിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഞങ്ങളുടെ ആരുടെയും മൊഴി എടുത്തില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അതിൽ ഒരു ന്യായവും ഇല്ല. ഇതാണോ താങ്കൾ മൊഴി കൊടുത്തില്ല, താങ്കളോട് ആരും ഒന്നും ചോദിച്ചില്ലെന്ന് പറഞ്ഞത്? സജി ചാനലിൽ പോണം, അബിൻ ക്ഷമിക്കണം. സജി പറഞ്ഞോളൂ, മറുപടി പറഞ്ഞോളൂ. എന്റെ പൊന്ന് മഞ്ജുഷ, അബിൻ വർക്കി എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജനാണ് അബിൻ വർക്കി. അബിൻ വർക്കി ഈ പറയുന്നത് അദ്ദേഹത്തിന്റെ അറിവാണ്, ഞാൻ അദ്ദേഹത്തെ എതിർക്കുന്നില്ല. ഇല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നതാണ്. അബിൻ വർക്കി ചിലരെയൊക്കെ വിളിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ല, റിപ്പോർട്ടിൽ പറയുന്നത്. എന്റെ പൊന്ന് മഞ്ജുഷെ, എല്ലാവരെയും ഫോണിലും അല്ലാതെ വിളിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സിനിമാ സംഘടനകളിലോ അല്ലെങ്കിൽ ഫിലിം ചേംബറിലോ വിളിച്ചിട്ട് ICCയുടെ പ്രവർത്തനത്തെ കുറിച്ച് ഒന്ന് പറയാൻ വരണമെന്ന് ഞങ്ങളെ ആരും അറിയിച്ചിട്ടില്ല. എന്റെ അറിവിലില്ല കേട്ടോ, എന്റെ അറിവിലില്ല. പിന്നെ ഇല്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെല്ലും, ഞങ്ങൾ ഒബേ ചെയ്യുന്നവരാണ്, ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ല, ഞങ്ങൾ ആരുടെ സൈഡല്ല, എല്ലാവരും ഞങ്ങൾക്ക് ഒന്നാണ്. സജി ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ തെളിവെടുപ്പ് നടക്കുന്നു എന്നുള്ള കാര്യം ഫിലിം ചേംബറിന്റെ മഹാന്മാർക്ക് അറിയാൻ പാടില്ലായിരുന്നോ? ഇവിടെ തെളിവെടുപ്പ് നടക്കുന്നുണ്ട്. എപ്പോ ചെല്ലണം, എങ്ങനെ വരണം, ഏത് സ്ഥലത്ത് ചെല്ലണതിനെ കുറിച്ച് ഒരു അറിവുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ പോകും. അതിന് സംശയം തിരിക്കുന്നു, ഇനിയും പോകും.